പാനിക്കായിട്ട് ആ സ്റ്റേഷൻ്റെ പരിസരത്ത് മുഴുവൻ ഒരു എന്താ പറയുക ഒരു മാനസിക രോഗിയെ പോലെ അലറി നടക്കായിരുന്നു. എൻ്റെ നേരെ അലറി വന്നു. ഞാൻ പുറകിലേക്ക് SI എൻ്റെ നേരെ അലറി വരുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ദൃശ്യങ്ങൾ പരിശോധിച്ചേക്കണം. എന്നിട്ട് ഇയാൾ പറഞ്ഞത് എന്താ വെച്ചാൽ എടാ തൊട്ടടുത്ത് ഒരു കാർ പാർക്കിംഗ് ഒരു സ്റ്റേഷൻ ഉണ്ട്, അവിടുന്ന് നിങ്ങൾ അവിടുന്ന് ഡ്രൈവർമാരെയും സ്റ്റാഫിനെയൊക്കെ വിളിക്കട, ഇവനെ അടിയന്തരമായിട്ട് ഇവൻ്റെ ഹോട്ടലിൽ പൂട്ടിക്കണം, നമുക്ക് എല്ലാവരും വിളിക്കും, മീഡിയനെ വിളിക്കുക, നമുക്ക് ഇപ്പം തന്നെ ഇവരുടെ ഹോട്ടലും പൂട്ടിക്കണം, ഇവരുടെ സ്ഥാപനം പൂട്ടിക്കണം. അതായത് നമ്മൾ ഈ പരാതി കാരണം ഞാൻ മർദ്ദിച്ചു, ഞാൻ ഗുണ്ടയാണ്, ഞാൻ കേന്ദ്ര സർക്കാർ കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി തരുന്ന ഒരു ജീവനക്കാരനായിരുന്നു. ഞാൻ ഡെപ്യൂട്ടി മാനേജറായിട്ട് ജോലി തരുന്ന ആളാണ്, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറാണ്. അപ്പോൾ ഞാൻ ജോലി രാജിവെച്ച് ബിസിനസ്സിൽ വന്നാണ്. 30 വർഷത്തോളമായിട്ട് ബിസിനസ് നടന്നു, നല്ല രീതിയിൽ ബിസിനസ് നടന്നു. ഇന്നവരെ എനിക്കെതിരെ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനിൽ നിന്ന് യാതൊരു നീതി അക്കാലത്ത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഈ SI അയാൾ സംരക്ഷിക്കുക. അങ്കിത് അശോകൻ 19/6/2020 മുതൽ ഞാൻ വിവരാവകാശം വഴി താങ്കൾ ഈ എൻ്റെ ജീവനക്കാരെയും എൻ്റെ മകനെയും ലോക്കപ്പിലാക്കുകയും മർദ്ദിക്കുകയും ചെയ്ത ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ കൊടുത്ത ചോദ്യത്തിൽ 19/6/2020 മുതൽ മുമ്പിരുന്ന കമ്മീഷണർ ഇത് ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് വിവരാവകാശത്തിൽ മറുപടി തന്നു. അപ്പോൾ 19/6 ഈ ഇൻസിഡന്റ് ഉണ്ടായി കഷ്ടി 2 മാസത്തിനുള്ളിൽ ഈ മർദ്ദന ദൃശ്യങ്ങൾ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഒല്ലൂർ മിസ്റ്റർ സുരേഷ് കണ്ടിട്ടുണ്ട്. ഈ 19/6/2020 നമ്മുടെ ജില്ലാ മേധാവി ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്.